ഹലോ ഡിയേഴ്സ്, ഇന്നൊരു കുട്ടി സന്തോഷ നിമിഷമാണ് കേട്ടോ. ഈ കാണുന്ന കമ്മലും മൂക്കുത്തിയും എൻ്റെ ഫ്രണ്ട് അവളുടെ മമ്മിക്കായിട്ട് അയച്ചു തന്നെയാണ്. സോ ഇന്നത്തെ വീഡിയോ ഈ ഒരു കൊച്ചു സന്തോഷമാണ്. സോ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇറ്റ്സ് മീ അഞ്ജു ഷിജു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇന്നൊരു സൺഡേ ആണ്. അപ്പോൾ ഞാനും ഷിജിയേട്ടനും കൂടെ ഇത് മമ്മിക്ക് കൊണ്ടു കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. പോകാൻ ഇങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങളൊരു സെൽഫി എടുത്തു. ആസ് യൂഷ്വൽ എവിടെ പോകുന്നുണ്ടെങ്കിൽ ഒരു സെൽഫി മുഖ്യമാണല്ലോ. സെൽഫിയൊക്കെ എടുത്ത് വണ്ടിയിൽ ഞങ്ങൾ യാത്ര തുടങ്ങിയൊന്ന് വണ്ടി മൂവ് ആയപ്പോഴാണ് അയ്യോ ഞാൻ ഹെൽമെറ്റ് വെച്ചില്ലല്ലോ എന്ന് ഓർത്തതും കണ്ടില്ലേ ഷിജിയേട്ടനും പോകുക. അങ്ങനെ ഷിജിയേട്ടന് ഭയങ്കര ദേഷ്യം വന്നു. ഹെൽമെറ്റ് എടുക്കാണ്ട് ഇറങ്ങിയത് ഞങ്ങൾ തിരിച്ചു പോയി. ഹെൽമെറ്റ് എടുത്തു. അങ്ങനെ തന്നെ ഹെൽമെറ്റ് ഇട്ടോ. ഈ വീഡിയോ ഞാൻ തന്നെ സ്വന്തമായിട്ട് കണ്ടപ്പോൾ ഈ വീഡിയോയിൽ ഈ ഹെൽമെറ്റ് വെച്ച് എനിക്ക് എന്തോ ഒരു പന്തികേടില്ലേ. ചൊവ്വയിൽ നിന്ന് ഇറങ്ങി വന്ന അന്യഗ്രഹ ജീവിയെ പോലെ ഇല്ലേ അല്ലേ? സ്വയം ട്രോളൽ. ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബേക്കറിയിലേക്കാണ് കേട്ടോ. വീട്ടിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ മമ്മിക്കും മോട്ടൂനും വാങ്ങിക്കാമെന്ന് വെച്ചു. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് എല്ലാ ചില സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ. ഇതൊക്കെ വാങ്ങിച്ച് നേരെ ഇനി വീട്ടിലേക്ക് മമ്മിയെ കാണാനും മോട്ടുയെ കാണാനും പിന്നെ നോഷിയെ കാണാനും. ഇങ്ങോട്ടേക്ക് പോകുന്ന റോഡ് സൂപ്പറാണ് കേട്ടോ. നല്ല നല്ല കാഴ്ചകളും പിന്നെ അധികം ഒരു റഷില്ലാത്ത റോഡാണ്. കാണുന്നില്ലേ, നല്ല പച്ചപ്പും ഹരിതാപമൊക്കെ ഉണ്ട്. അങ്ങനെ പോയിരിക്കുകയാണ്. ഇതാ ഒരു ജംഗ്ഷൻ എത്താറാകുമ്പോൾ നല്ല കട്ടയ്ക്ക് ബ്ലോക്ക് കിട്ടി. പക്ഷേ ബ്ലോക്കൊന്നും ഷിജിയേട്ടൻ കാര്യമാക്കിയിട്ടില്ല. ബൈക്കാനുണ്ട് ഉള്ളിൽ കൂടെ ഒക്കെ കയറ്റി അങ്ങനെ ഫ്രീ ആയിട്ടുള്ള ഒരു റോഡിലേക്ക് ഞങ്ങൾ എൻ്റർ ചെയ്തിട്ടോ. എനിക്ക് ഈ റോഡ് കാണുമ്പോൾ ഓർമ്മ വരുന്നത് ഒരു മിനി ഊട്ടിയാണ് കേട്ടോ. ഒരു പൈൻ ഫോറസ്റ്റ് ഒക്കെ പോലെ. അങ്ങനെ ഇത് ആണ് അവളുടെ വീടെത്തി എന്നറിയാനുള്ള ഞാൻ വെച്ചിരിക്കുന്ന അടയാളം. അപ്പോൾ ഈ ഒരു റോഡ് കുറച്ച് കഴിഞ്ഞാണ് അവളുടെ വീട്. അങ്ങനെ അവളുടെ വീട്ടിലെത്തിട്ടോ ഞങ്ങൾ. ഇനി ഓടിപ്പാടിയാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഇനി നേരെ മുകളിലത്തെ ടോപ്പ് ഫ്ലോറിലാണ് ഇവളുടെ വീട്. അങ്ങനെ വളരെ ഇൻട്രസ്റ്റോടെ ഞാൻ സ്റ്റെപ്സൊക്കെ കയറി. പക്ഷേ കയറി അങ്ങ് 4ാമത്തെ നിലയാണെന്ന് തോന്നുന്നു. അങ്ങെത്തണ്ടേ ഞാനങ്ങോട്ട് തളർന്നു പോയി. മിഡിലിൽ റെസ്റ്റൊക്കെ ചെയ്ത് ഞാനങ്ങനെ ടോപ്പിലെത്തിയപ്പോൾ ആദ്യം തന്നെ എന്നെ ആകർഷിക്കുന്നത് എപ്പോഴും ഈ ചെടികളാണ് കേട്ടോ. അപ്പോൾ ഈ ചെടികളൊക്കെ നോക്കി മമ്മിയെന്ന് വിളിച്ചപ്പോൾ മമ്മി നോഷിയും വരുന്നതാണ് കാണുന്നത് കേട്ടോ. കണ്ടപ്പോൾ തന്നെയുള്ള ഞങ്ങളുടെ സ്നേഹപ്രകടനവും കുറേ സംസാരങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ കൂട്ടിലിട്ട ഈ തത്തപ്പെണ്ണിനെ നോക്കിയെന്നു നല്ലതല്ലേ. ഞാൻ എന്താ കൊണ്ടുവന്നിട്ടില്ലേന്ന് മമ്മിക്ക് അറിയില്ല കേട്ടോ. അവൾ പറഞ്ഞിട്ടില്ല. അത് സർപ്രൈസ് ആയിരുന്നു. അങ്ങനെ മമ്മീനെ പിടിച്ചെടുത്തി ഷിജിയേട്ടനോട് വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞപ്പോൾ ഷിജിയേട്ടൻ വളരെ ഡിമാൻഡായിരുന്നു. അങ്ങനെ ഞാൻ തന്നെ വീഡിയോ എടുത്ത് മമ്മിക്ക് കൊടുക്കുന്നതാണ് ഇപ്പം ഇത് കാണുന്നത് കേട്ടോ. മമ്മിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം മമ്മിക്ക് ഇത് അറിയില്ലായിരുന്നു എന്താന്നുള്ളത്. അയച്ചു കൊടുക്കും. ഞാൻ പിടിച്ചോളാം ഷിജിയേട്ടൻ. മോട്ട് നിനക്കൊന്നുമില്ലടാ. മമ്മിയുടെ ഹാപ്പിനെസ് കണ്ടില്ലേ? ആ ഒരു മുഖം അങ്ങ് തെളിഞ്ഞിട്ടോ. മോഷിയെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവൾക്ക് കെട്ടിയിട്ട് ഇഷ്ടമായില്ല. അവളിങ്ങനെ കുരയ്ക്കാനൊക്കെ തുടങ്ങി. അവൾക്ക് കണ്ണിന് വയ്യ. അതായത് കണ്ണിന് എന്തോ പറ്റിയിട്ടുണ്ട്. എന്തോ ഒരു കണ്ണിനൊരു പാട പോലെ. അപ്പോൾ കറക്റ്റായിട്ടുള്ള കാണുന്നില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഈ പാവം തോന്നി. അങ്ങനെ അവളെ കഴിച്ചു വിട്ടപ്പോൾ മമ്മി അടുക്കളയിൽ നിന്ന് കബാബ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് അവളിങ്ങനെ അവിടെ ഇരുന്നു. ഞാൻ അവളോട് ഫോണിലേക്ക് നോക്കാൻ പറഞ്ഞു. അങ്ങനെ അവൾ ഫോണൊക്കെ നോക്കിയതാ ഇങ്ങനെ എഴുന്നേറ്റ് നിന്നു. അങ്ങനെ ഞാൻ പുറത്തേക്ക് പോയിട്ട് ആ ഒരു ബാൽക്കണി വിഷ്വൽസല്ലേ, അങ്ങനെ ഫുൾ വിഷ്വൽസ് ഇങ്ങനെ ക്യാപ്ചർ ചെയ്തു കേട്ടോ. നല്ല ഉണ്ടായി കാണാൻ. അങ്ങനെ ഇരിക്കുന്ന മമ്മി ഫുഡിന് വിളിച്ചു. ഫുഡൊക്കെ റെഡിയാക്കി സെറ്റാക്കിയിട്ടുണ്ട്. നല്ല ബിരിയാണി, അതിനോട് കബാബ്, സർലാസ്, സാലഡ്, പിന്നെ സ്പ്രൈറ്റ്. നല്ല ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ. ഇവിടെ ഫുഡ് കഴിക്കുമ്പോഴും ഞാൻ ആലോചിക്കുന്ന മമ്മിയുടെ ചോറും കറിയായിരുന്നു കേട്ടോ. കാരണം മമ്മിയുടെ ചോറും കറിയും എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് ഞാൻ പോയത്. അങ്ങനെ മമ്മിയോട് പറയുകയും ചെയ്തു. പിന്നെ മമ്മി പറഞ്ഞു പിന്നെ ഒരിക്കലാവാന്ന്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ പുറത്ത് ടെറസിലെ ഞങ്ങൾ കുറേ സംസാരിച്ചൊക്കെ നിന്നു കേട്ടോ. കണ്ടില്ലേ ഹാപ്പി ആയിരിക്കുന്ന നോഷിമേ. അവളുടെ സൗകര്യത്തിന് വേണ്ടിയാണ് കേട്ടോ അവർ ടോപ്പ് ഫ്ലോറുള്ള വീട് തന്നെ എടുത്തത്. കാരണം ഇതാകുമ്പോൾ ടെറസിനോട് ചേർന്നിട്ടാണ്. അപ്പോൾ ഇവളെ ഇങ്ങനെ നടത്തിക്കാനും മറ്റെല്ലാത്തിനും സൗകര്യമാണല്ലോ. അങ്ങനെ ഞങ്ങൾ സെൽഫി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ 2-3 സെൽഫിയൊക്കെ എടുത്തു. കണ്ടില്ലേ എല്ലാവരും ഹാപ്പി ഫേസസ്. അവളെ മാത്രം മിസ് ചെയ്യുന്നുണ്ടായിട്ടോ. അങ്ങനെ ആ
ഞാൻ പോകുന്നതിന് മുമ്പ് തന്നെ മമ്മി കമ്മലും മൂക്കുത്തിയൊക്കെ ഇട്ടു. ചുന്ദരിയായിരിക്കുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമായോ? എനിക്കിഷ്ടമായിട്ടോ. സിമ്പിൾ ആൻഡ് ഹമ്പിൾ. ശേഷം ഞങ്ങൾ ഇവിടുന്ന് യാത്ര പറഞ്ഞു തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഞാൻ എൻ്റെ നമിതയ്ക്കും ഫാമിലിക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നു. നമിതയാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട്. അപ്പോൾ എന്നെ അറിയുന്നവർക്കും പിന്നെ ഞങ്ങളുടെ ക്ലാസ്മേറ്റ്സിനും ഒക്കെ നമിതയെ അറിയാമായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ലൈക്ക്, ഷെയർ, കമൻറ്റ് ഒക്കെ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, ലവ് യു ഓൾ.